സ്പെഷ്യൽ മസാല ചായയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നിന്ന് മസാല ചായയുടെ റെസിപ്പിയാണ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ട്രിക്കുള്ള വീഡിയോസൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം നമ്മുടെ ഈ സ്പെഷ്യൽ മസാല ടീക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 ഏലക്ക. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളത് തോന്നാൻ നമുക്ക്. അത് ചെറിയ ഏലയൊക്കെയാണ് ഞാൻ 4 എടുത്തത്. 3 പെപ്പർ കോൺസ്, നല്ല ഉണങ്ങിയ പെപ്പർ കോൺസ്. ഈ പെപ്പർ എടുക്കാൻ വേണ്ടി ഞാൻ ആ ഡെപ്പ തുറന്നപ്പോൾ ഉള്ളൊരു മണമുണ്ട്, എൻ്റെ പൊന്നെ, അന്യ മണം കേട്ടോ. പിന്നെ നമ്മുടെ ഇത് പട്ട, 2 ചെറിയ പീസ് പട്ട, പിന്നെ നല്ല ഗ്രാമ്പൂ. ഇതിനെല്ലാം കൂടെ ചതച്ചിട്ടിട്ടാണ് നമ്മളിനി നമ്മുടെ സ്പെഷ്യൽ മസാല ടീ ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഞാൻ ആദ്യം ഈ 2 പട്ട അങ്ങോട്ട് ഇടുക. പട്ട ഇട്ടിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് ഇടിച്ചെടുക്കട്ടെ. ഇനി നമുക്ക് ഈ ഏലക്ക, നമ്മൾ എടുത്ത് വെച്ച ഏലക്ക കൂട്ടത്തിൽ ഈ 2 ഗ്രാമ്പൂ കൂടെ കൊണ്ടിട്ടിട്ട് ഒന്ന് ഇടിച്ച് അത് ഏകദേശം നല്ല ചതഞ്ഞ് പൊടിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ 3 കുരുമുളക് അതിനെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇടിച്ച് അതിനെ ഒന്ന് പൊട്ടിച്ചിട്ട് നമ്മളെടുത്ത് വെച്ച ഇഞ്ചി അതിനെ ഇടുക. എന്നിട്ട് അതിനെ ഇടിച്ച് നല്ലപോലെ ഇതെല്ലാം ഒന്ന് ചതച്ച് എല്ലാം ഒന്ന് ഒരുമിച്ച് ചേർത്തിട്ടിടുക. നമ്മുടെ മസാലയ്ക്കുള്ള ഇതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പോലെ അതുകൊണ്ട് നല്ല ചതഞ്ഞിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ചതഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുക. നമ്മളൊരു 2 ചായ, അതാണ്ട് ഈ ഇരിക്കുന്ന കപ്പിൻ്റെ അളവിന്, കപ്പെന്ന് കാണിക്കും, കപ്പിൻ്റെ അളവിനുള്ള 2 ചായക്കുള്ള മസാലയാണ് ഞാൻ ചതച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അധികത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. മസാലയൊക്കെ ഇടിച്ച് ഇനി നമ്മൾ 1 ഗ്ലാസ് വെള്ളം വെച്ച് നല്ലോണം തിളപ്പിക്കുകയാണ്. തിളച്ചിട്ടാണ് ഈ മസാല അതിനകത്ത് ഇടുന്നത് നമ്മൾ. അപ്പോൾ നമുക്ക് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. നമ്മൾ വേണ്ട മസാല ഇടാൻ പോവുകയാണ്. ഈ മസാല ഇതിനകത്ത് ഇട്ടിട്ട് നല്ലവണ്ണം തിളപ്പിച്ച് നല്ല തിളപ്പിച്ച് സമയം എടുത്ത് തിളപ്പിച്ച് ഈ ഫ്ലേവർ മൊത്തം ഈ വെള്ളത്തിൽ ഇറക്കും. അതിനുശേഷം നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച പാലാണ്, ചൂട് പാലാണ് ഇതിനകത്ത് ഒഴിക്കുന്നത്. തിളപ്പിച്ച് വെച്ച പാലാണ് ഒഴിപ്പിക്കുന്നത്. എന്നിട്ട് വീണ്ടും അതിനെ തിളപ്പിച്ച് ചായ ആക്കുന്നതും. അപ്പം നമുക്ക് ഇത് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ മസാലയൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേയില ഇടണം. തേയില ഇട്ട് അതേപോലെ വെട്ടി തെളിപ്പിക്കണം. അപ്പോൾ തേയില ഇടാൻ പോവുകയാണ്. തേയില നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ചിട്ട്, ശരിക്കും മസാല തേക്ക് നല്ല കടുപ്പമുള്ളതാണ്. പിന്നെ കടുപ്പ് അത്രയ്ക്ക് താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം. ഞങ്ങൾ നല്ല കടുപ്പത്തിലാണ് ഇടുന്നത്. ഇത് തിളയ്ക്കുന്നതനുസരിച്ച് 1 സ്പൂൺ തേയില ഇട്ടിട്ടുണ്ട്. ഒരു 2 ചായയാണ് ഞങ്ങൾ ചെയ്യുന്നത്, ചെറിയ ഇതിനകത്തുള്ള. അപ്പോൾ തിളയ്ക്കുന്നതനുസരിച്ച് കടുപ്പ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. കടുപ്പവും മസാലയും എല്ലാം കൂടെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ മസാല ചായക്കുള്ളത്. ഇങ്ങനെ മസാലയും തേയിലയൊക്കെ ഇങ്ങനെ തിളച്ച് മറിഞ്ഞ് കടുപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ പാലാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. പാൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, തിളപ്പിച്ച് വെച്ച പാലാണ്. ഓൾറെഡി ഞങ്ങൾ കാച്ചിയ പാലാണ്, അതാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഐശ്വര്യമായിട്ട് പാലൊഴിക്കുകയാണ് മകനെ, നല്ല നാടൻ പശുവിൻ പാൽ. അപ്പം ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പഞ്ചസാര ആഡ് ചെയ്യാനുള്ള സമയമാണ്. പഞ്ചസാര ആഡ് ചെയ്യുകയാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര, മധുരം ആഡ് ചെയ്യാം. അപ്പോൾ പഞ്ചസാര ഇടുകയാണ്. ഞങ്ങളൊരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നല്ലവണ്ണം തിളച്ച് മസാലയുടെ ഫ്ലേവറും കടുപ്പും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. മസാലയുടെ മണം നല്ലോണം അടിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു ഗ്ലാസ്സിലോട്ട് അരിച്ച് മാറ്റാം. ഇനി അതിനെ താഴോട്ട് മേലോട്ട് ഇങ്ങനെ ഒഴിച്ച് അടിച്ച് പതപ്പിച്ച് അങ്ങോട്ട് എടുക്കുക. മലയാളിയുടെ സ്പെഷ്യൽ പതച്ച ചായ ഗ്ലാസ്സിലോട്ട് മാറ്റുകയാണ്. അങ്ങനെ നമ്മുടെ മസാല ചായ റെഡിയായിരിക്കുകയാണ്.